ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 27ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മേജർ സെവൻത് കോഡ് എങ്ങനെയാണ് റൂട്ടിൽ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെവൻത് കോഡ് അല്ലെങ്കിൽ ഡോമിനൻറ്റ് സെവൻത് കോഡ് എങ്ങനെ റൂട്ടിൽ വായിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മേജർ സെവൻത് വേറെ കോഡാണ്, സെവൻത് വേറെ കോഡാണ്. അപ്പം സെവൻത് കോഡിന് മറ്റൊരു പേരാണ് ഡോമിനൻറ്റ് സെവൻത്. അപ്പോൾ ഈ സെവൻത് അല്ലെങ്കിൽ ഡോമിനൻറ്റ് സെവൻത് കോഡ് എങ്ങനെ വായിക്കാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സെവൻത് കോഡ് വായിക്കാനായിട്ട് നമുക്ക് റൂട്ടിലെ മേജർ സെവൻതിൻ്റെ ഒന്ന് ഡൗൺ ചെയ്ത് വായിക്കുമ്പോഴാണ് നമുക്ക് സെവൻത് കോഡ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കൊരു റൂട്ട് എടുത്തുകൊണ്ട് നമുക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊരു എഫിൻ്റെ റൂട്ട് നമുക്ക് നോക്കാം. എഫ് മേജർ റൂട്ടിൽ വരുന്ന നോട്ടുകൾ എഫ് ജി എ ഷാർപ്പ് സി ഡി ഇ എഫ്. അപ്പം ഇതാണ് നമ്മുടെ റൂട്ട്, എഫ് മേജർ റൂട്ട്. അപ്പോൾ ഈ എഫ് മേജറിൻ്റെ ഡോമിനൻറ്റ് സെവൻത് അല്ലെങ്കിൽ സെവൻത് കോഡ് എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മേജർ സെവൻത് കോഡ് പഠിച്ചായിരുന്നു. ആ റൂട്ടിലെ ഏഴാമത്തെ നോട്ടാണ് നമുക്ക് മേജർ സെവൻത് ആയിട്ട് നമ്മൾ വായിച്ചത്. അപ്പം ഇതിൽ വളരെ എളുപ്പമാണ് മേജർ സെവൻത് കോഡ് അല്ലെ ഡോമിനൻറ്റ് സെവൻത് കോഡ് വായിക്കാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മേജർ സെവൻത് കോഡ് ഏതാണോ ആ മേജർ സെവൻത് കോഡിൽ നിന്ന് ഒരു നോട്ട് വായിക്കുക. ആ മേജർ സെവൻത് കോഡായിട്ട് കിട്ടിയ ആ നോട്ടിൽ നിന്ന് ഒരു നോട്ട് ഡൗൺ ചെയ്ത് മൈനസ് ചെയ്ത് വായിച്ചാൽ മതി. അതിൻ്റെ തൊട്ട് പുറകിലത്തെ നോട്ട് വായിച്ചാൽ നമുക്ക് ഡോമിനൻറ്റ് സെവൻത് കോഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിലെ നമുക്ക് ആദ്യം മേജർ സെവൻത് ഏതാണെന്ന് നോക്കാം. എഫ് മേജർ വരുന്ന മേജർ സെവൻത്. അപ്പം ഇതിനകത്ത് ഏഴാമത്തെ നോട്ടെന്ന് പറയുന്നത് 1 2 3 4 5 6 7. ഇ എന്ന് പറയുന്ന നോട്ടാണ് സെവൻത് ആയിട്ട് വരുന്നത്. മേജർ സെവൻത് ആയിട്ട് നമുക്ക് കിട്ടാവുകയാണെങ്കിൽ, അതായത് ഇതാണ് മേജർ സെവൻത് എന്ന് പറയുന്നത്. അതായത് മേജർ സെവൻത് ഇതിൽ നിന്ന് എങ്ങനെയാണ് സെവൻത് കോഡിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ ഡോമിനൻറ്റ് സെവൻത്തിലേക്ക് മാറുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എഫ് മേജറിൻ്റെ കൂടെ ഈ സെവൻത്തിൻ്റെ തൊട്ട് പുറകിലത്തെ നോട്ട്, അതായത് ഇവിടെ സെവൻത് എന്ന് പറയുന്നത് മേജർ സെവൻത് എന്ന് പറയുന്നത് ഇയുടെ ചേർത്ത് വരുമ്പോഴാണ് എഫ് മേജർ സെവൻത് ആയിട്ട് വരുന്നത്. മേജർ സെവൻത്തിൻ്റെ ഇ എന്ന് പറയുന്ന നോട്ട് മാറ്റിയിട്ട് അതിന് തൊട്ട് പുറത്തെ ഡി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഡോമിനൻറ്റ് സെവൻത് അല്ലെങ്കിൽ സെവൻത് കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ കോഡ് എന്ന് പറയുന്നത് എഫ് എ സി ഡി ഷാർപ്പ്, എഫ് എ സി ഡി ഷാർപ്പ്. ഇതാണ് സെവൻത് അല്ലെങ്കിൽ എഫ് സെവൻത് അല്ലെങ്കിൽ ഡോമിനൻറ്റ് സെവൻത് എന്ന് പറയുന്നത്. അപ്പം വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ എളുപ്പമെന്ന് പഠിക്കാം. പിന്നെ നമ്മളിതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഈ റൂട്ടിലെ 1 എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പം 1 3 5 വരുന്നത് 7ന്ന് -1 അല്ലേ വരുന്നത്. അപ്പോൾ ആ -1 എന്ന് കൊടുത്താൽ മതി. 7 - 1. അപ്പം ഏതാണോ 1 3 5 -7 1, 7ൽ നിന്ന് 1 കുറയ്ക്കുക, -1 എന്ന് ഇട്ടാൽ മതി. -1, അതായത് 1 3 5 ഏതാണോ അതിൻ്റെ -1 ആക്കിയാൽ മതി. ഏതാണോ മേജർ സെവൻത് അതിൽ നിന്ന് -1 ആക്കുക. അപ്പോൾ 1 3 5. അപ്പം ഇതിൻ്റെ മേജർ സെവൻ എന്ന് പറയുമ്പോൾ ഇ, അപ്പം 7 വരും, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഡോമിനൻറ്റ് സെവൻത് കോഡ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറഞ്ഞു തരാം. മേജർ സെവൻതിൽ നിന്ന് ഒരു നോട്ട് കുറച്ച് വായിച്ചാൽ അത് ഡോമിനൻറ്റ് സെവൻത് കോഡായിട്ട് മാറും. അതായത് റൂട്ടിലാണ് നമുക്ക് മേജർ സെവൻത് വായിക്കുന്നത്, എന്നാൽ ആ റൂട്ടിലെ നോട്ടായിരിക്കുകയില്ല ഡോമിനൻറ്റ് സെവൻത് ആയിട്ട് വരുന്നത്. ആ റൂട്ടിൽ നിന്ന് ഒരു നോട്ട് പുറകോട്ട് വായിക്കുക, അതായത് റൂട്ടിൽ വരുന്ന ഏഴാമത്തെ നോട്ടിൽ നിന്ന് ഒരു നോട്ട് പുറകോട്ട് വായിക്കുമ്പോൾ അത് ഡോമിനൻറ്റ് സെവൻത് ആയിട്ട്. അപ്പം ഏത് സ്കെയിലിലും ആ ഒരു നോട്ട്
അങ്ങനെ ഒന്ന് കുറച്ച് വായിച്ചാൽ മേജർ സെവൻത്തിൽ നിന്ന് ഒരു നോട്ട് കുറച്ച് വായിച്ചാൽ സെവൻത്ത് അല്ലെങ്കിൽ ഡോമിനൻറ്റ് സെവൻത്ത് കോഡ് ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ റിപ്ലൈ തന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് കമൻറ്റിലൂടെ ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരപ്പെട്ട മുന്നോട്ട് വളരെ ഉപകാരപ്പെട്ട വീഡിയോസും നിങ്ങളുടെ ക്ലാസ്സുകളും എല്ലാം നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളൊരു പെർഫെക്റ്റ് കീബോർഡിസ്റ്റായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ സാധിക്കും. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ നല്ല സപ്പോർട്ടീവ് ആകുമ്പോൾ നമ്മുടെ ഈ ചാനലിന് വളരെ അത് ബൂസ്റ്റപ്പായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക്, ഫാമിലി, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആൾക്കാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നതായിട്ട് ആയിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.